ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 2023 തീരാൻ പോവുകയാണല്ലേ, അടുത്ത വർഷം വരുന്നു. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ നേരുന്നു കേട്ടോ. നല്ലൊരു വർഷമായിട്ട് ഇരിക്കട്ടെ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. ഇത് അടിപൊളി റിസൾട്ട് തരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു ടൈമിൽ പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ഇത് ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അത്ര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ. ഈ ഒരു സമയത്ത് എന്തൊരു ചൂടാണല്ലേ, ഭയങ്കര വെയിലും അതുപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്താണെങ്കിലും നമ്മുടെ സ്കിന്നിലും ബോഡിയിലും ഒക്കെ നന്നായിട്ട് ടാൻ ഏക്കാനുള്ളൊരു ചാൻസും ഭയങ്കര കൂടുതലാണ്. ഇനിയിപ്പോൾ പുറത്ത് ജോലിക്കൊന്നും പോവാത്തവരാണെങ്കിൽ പോലും വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ വെളിയിലോട്ട് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുന്ന ടൈമിലും നമുക്ക് എന്തായാലും ടാൻ അടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടാൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ അതിങ്ങനെ സ്കിന്നിൽ നമ്മൾ റിമൂവ് ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിഗ്മെൻറ്റേഷനായിട്ട് മാറാനും അതുപോലെ തന്നെ സ്കിന്ന് ഭയങ്കര ഡാമേജ് ആയിട്ട് മാറാനൊക്കെ ഒത്തിരി ചാൻസ് ഉള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ. സൺസ്ക്രീൻ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ പോലും അത് കറക്റ്റായിട്ട് ചിലപ്പോൾ അത് വർക്കായില്ല എന്ന് വരും. മീൻസ് നല്ല രീതിയിൽ അത് റീഅപ്ലൈ ചെയ്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ കറക്റ്റ് എമൗണ്ടിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിലൊക്കെ അത് ടാൻ കൂടുതലായിട്ട് ഏൽക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒബിയസ്ലി നമ്മൾ എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് വേണം പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞ് സൺസ്ക്രീൻ ഇട്ടാലും നമ്മൾ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ ഫേസ് അതുപോലെ തന്നെ കൈ കാലൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം എന്തെങ്കിലും ടാനൊക്കെ അവിടെ ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തൈര് എപ്പോഴും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടും ഇതേ ഗുണമുള്ള ഒരു ടിപ്പ് നമുക്ക് ചെയ്യാം. വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അലോവേരയാണ് കേട്ടോ. അലോവേര നമ്മുടെ ടാൻ മാറാനും അതുപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാനും നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് മാർക്കുകളൊക്കെ മാറി സ്കിന്ന് നല്ലൊരു സൂപ്പർ എഫക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ പുറത്ത് പോയി വന്നതിന് ശേഷം നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുമല്ലോ. ആ വാഷ് ചെയ്യാൻ നേരത്തെ ഈ ഒരു അലോവേരയുടെ പീസ് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ജെല്ല്, നാച്ചുറൽ ആയിട്ടുള്ള അലോവേര എടുക്കുക കേട്ടോ. പീസ് അലോവേര ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് സൈഡൊക്കെ നന്നായിട്ട് മുറിച്ച്, അതായത് മുള്ളൊക്കെ മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതേപോലെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് കറയൊക്കെ മാറി സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, നടുവേ. ഇതേപോലെ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് എന്താണെന്ന് നോക്കാവേ. അപ്പോൾ നമ്മളുടെ അലോവേര പീസിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് റാഗിയുടെ പൗഡറാണ് കേട്ടോ. അതായത് കുറുമ്പുല്ലിൻ്റെ പൗഡർ. അത് നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ്. ടാൻ മാറാനും അതുപോലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും പിന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ടാൻ മാറാനാണ്. ടാൻ മാറി നമ്മളുടെ സ്കിന്നിന് ചെറുതായിട്ടൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം, അതായത് റാഗി പൗഡർ ഇല്ല കയ്യിൽ എന്നുണ്ടെങ്കിൽ അതിന് പകരം കടലമാവോ അല്ലെങ്കിൽ നമ്മളുടെ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം നല്ല എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റും കൂടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളത് യൂസ് ചെയ്യുക. എനിക്ക് കുറച്ചും കൂടി റിസൾട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിനുശേഷം ആ ഒരു ജെല്ല് 2-3 ട്രിപ്പ് യൂസ് ചെയ്തതിന് ശേഷം അത് തീരാറാകുമല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൈ വെച്ച് അതൊന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ ഫുള്ള് ജെല്ല് മുകളിലോട്ട് എടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കഴുത്തും അതുപോലെ ചെവിയൊക്കെ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈ വെച്ച് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. മൈൽഡായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഹാഷ് ആവരുത്. അതിനുശേഷം നമുക്ക് കഴുകിക്കളയാം. 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. വാഷ് ചെയ്ത് അങ്ങനെ തന്നെ വന്നതാണ്. നന്നായിട്ട് നമ്മുടെ സ്കിന്നിന് മാറ്റം വന്നു. ഒറ്റ തവണ കൊണ്ട് ഫുള്ളായിട്ട് മാറുന്നല്ല കേട്ടോ. എന്നാലും നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് മാറുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മളിങ്ങനെ ഡെയിലി അലോവേര ജെല്ല് തേക്കുവാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് മാർക്കുകൾ നന്നായിട്ട് കുറയാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും.
അത് മാത്രമല്ല സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു മഞ്ഞുകാലത്ത് നമ്മുടെ ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് അറിയായിരിക്കും, ഭയങ്കരമായിട്ട് ഇങ്ങനെ വൈറ്റ് കളറിൽ ഇങ്ങനെ പാച്ചസ് ഒക്കെ ആയിട്ടിരിക്കും. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ എല്ലാ ദിവസവും അലോവേര ജെല്ല് മാത്രം തേക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എല്ലാ ദിവസവും അലോവേര ജെല്ല് ഇതേപോലെ ഇങ്ങനെ ഇതിങ്ങനെ ചെയ്യുക. അതിനുശേഷം ഒരു ദിവസം അതിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് നമ്മളിപ്പോൾ പറഞ്ഞ റാഗിയുടെ പൗഡർ ആഡ് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഒരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ക്രബിങ് എഫക്റ്റ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ചെയ്തിരുന്നാൽ മതി. കറക്റ്റായിട്ട് അതിൻ്റെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആയി പോയിക്കോളും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു ജെല്ല് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യരുത് കേട്ടോ, സ്കിന്ന് ഡാമേജ് ആവും. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ആഴ്ചയിൽ ഒരു ദിവസം സ്ക്രബ് ചെയ്യുക. ഓക്കെ, നല്ല റിസൾട്ട് ഉണ്ടാവും. ടാൻ നന്നായിട്ട് മാറാനും പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറയാനും, അതുമാത്രമല്ല സ്കിന്ന് സോഫ്റ്റ് ആയിട്ടും ഡ്രൈനെസ് ഒക്കെ മാറി നല്ല അടിപൊളിയായിട്ടിരിക്കാൻ വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.